നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത് എന്താണ് ഫ്രഞ്ച് വിപ്ലവം എന്നും അതേപോലെ തന്നെ അതിൻ്റെ നാൾവഴികളും സ്വാധീനവും, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനവുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിലേറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഏത്? നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും, അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്തൊക്കെ എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിന്ന് എന്ത് ചെയ്യാം? ഇന്ന് ആ ഒരു ടോപ്പിക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് 2 വർഷങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ നോക്കാം. 2 വർഷങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് 1799 എന്നുള്ള വർഷവും 1815 എന്നുള്ള വർഷമാണ്. ഓക്കെ അല്ലേ? 1799 പ്രത്യേകത നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ഭരണം പിടിച്ചെടുത്ത വർഷമാണേത്? 1799. മറക്കാൻ വേണ്ടി പാടില്ല. ഓക്കെ അല്ലേ? ഇനി 1815 പ്രത്യേകത എന്താണ്? വാട്ടർലൂ യുദ്ധം. എന്താണ്? വാട്ടർലൂ യുദ്ധം നടന്ന വർഷമാണിത് 1815. എന്താ ഈ വാട്ടർലൂ യുദ്ധം എന്ന് പറഞ്ഞാൽ? നെപ്പോളിയൻ യൂറോപ്യൻ സൈന്യത്തിനോട് ഏറ്റുമുട്ടിയിട്ട് പരാജയപ്പെട്ടിട്ടുള്ള വർഷമാണിത് 1815 വാട്ടർലൂ യുദ്ധത്തിലൂടെ. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കുക എന്തൊക്കെയാണ്. 6 പോയിന്റ് നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്നാമതായിട്ട്, കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയ ആര്? നെപ്പോളിയൻ. ഓക്കെ അല്ലേ? കർഷകർ എന്ന് പറയുമ്പോൾ ഫ്രാൻസിൽ എത്രാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാരാണ്? നമുക്കറിയാം, 1ാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ് അല്ലേ? 2ാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പ്രഭുക്കന്മാരാണ്. 3ാമത്തെ എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് മധ്യവർഗമുണ്ട്, അതേപോലെ തന്നെ കർഷകരുമുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ കർഷകർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അവകാശങ്ങൾ ഭൂമിയുടെ മുകളിൽ ഉണ്ടായിരുന്നില്ല അല്ലേ? നമുക്കറിയാം, 1-2 എസ്റ്റേറ്റിൽ പെടുന്ന ആൾക്കാർക്കാണ് എന്തുള്ളത് അല്ലേ? ധാരാളം ഭൂമി കൈവശം അല്ലെ വെക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിൽ കർഷകർക്ക് ഭൂമിയുടെ മുകളിൽ ഒരവകാശം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് എന്തില്ല? കൃഷിഭൂമി ഉണ്ടായിരുന്നില്ല. പക്ഷേ നെപ്പോളിയൻ്റെ ഭരണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ? അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കർഷകരെ എന്താക്കി മാറ്റി? കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി എന്നുള്ളതാണ് 1ാമത്തെ പരിഷ്കാരം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അടുത്തത്, പുരോഹിതന്മാരുടെ മുകളിൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. എത്രാം എസ്റ്റേറ്റുകാരാണ് പുരോഹിതന്മാർ? 1ാം എസ്റ്റേറ്റുകാരാണ് പുരോഹിതന്മാർ എന്നുള്ള കാര്യം നമുക്കറിയാം. രാജാവിനെയും പ്രഭുക്കന്മാരെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തികളായിരുന്നു ആര്? പുരോഹിതന്മാർ. മാത്രമല്ല, ഭരണത്തിലും സൈന്യത്തിലും ഒക്കെ ഇടപെടാൻ ശേഷിയുള്ള ആൾക്കാരായിരുന്നു ആര്? പുരോഹിതന്മാർ. ഓക്കെ അല്ലേ? അപ്പോൾ പുരോഹിതന്മാരോടായിട്ട് നെപ്പോളിയൻ പറയുകയാണ്, അല്ലെങ്കിൽ നെപ്പോളിയൻ്റെ പരിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പുരോഹിതന്മാരുടെ മുകളിൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഒന്നുകൂടി വ്യക്തമാക്കുന്നതാണെങ്കിൽ, യഥാർത്ഥത്തിൽ പുരോഹിതന്മാരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അല്ലെ? പള്ളിക്കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവർക്ക് ഭരണത്തിൽ ഇടപെടേണ്ടുന്ന കാര്യങ്ങളും അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നെപ്പോളിയൻ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പ്രാർത്ഥിക്കുക, പള്ളിക്കാര്യങ്ങൾ നോക്കുക അല്ലേ? എന്ത് ചെയ്യേണ്ട? ഭരണത്തിൽ ഇടപെടേണ്ട. ഓക്കെ അല്ലേ? അങ്ങനെ പുരോഹിതന്മാരുടെ മുകളിൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി എന്നുള്ളതാണ് 2ാമത്തെ പ്രധാനമായിട്ടുള്ള പരിഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തത്, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ കടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഇപ്പോൾ നമ്മൾ SBI എന്നൊക്കെ പറയാറില്ലേ? അതേപോലെ ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. എന്തിനു വേണ്ടിയിട്ട്? സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഇനി ഗതാഗത പുരോഗതികൾക്ക് വേണ്ടിയിട്ട് നിരവധി റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു. എവിടെ? ഫ്രാൻസിൽ. എന്തിനു വേണ്ടിയിട്ട്? ഗതാഗത പുരോഗതിക്ക് വേണ്ടിയിട്ട്. അടുത്തത്, നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഫ്രാൻസിലുള്ള നിയമങ്ങളെല്ലാം എന്ത് ചെയ്തു? കോഡിഫൈ ചെയ്തു. എന്നിട്ട് പുതിയൊരു നിയമസംഹിത തന്നെ ആരുണ്ടാക്കി? നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടാക്കി അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? ആധുനിക ഓക്കെ അല്ലേ? ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാണ് ജസ്റ്റീനിയൻ എന്ന് നിങ്ങൾക്കറിയാലോ. ആരാ ജസ്റ്റീനിയൻ? നിങ്ങൾ 9ാം ക്ലാസ്സിൽ റോമ സാമ്രാജ്യം പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ജസ്റ്റീനിയൻ്റെ നിയമസംഹിത. കോർപ്പറേറ്റ് ജൂറി സിവിൽസിനെ 3ആയിട്ട് തിരിക്കുന്നു. കോഡ്, ഡൈജസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ എന്താണ്? റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച ആളാണ് ആര്? ജസ്റ്റീനിയൻ.
അല്ലേ? അതേപോലെ ഫ്രാൻസിൻ്റെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച ആളാണ് ആര്? നെപ്പോളിയൻ. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് എന്തുണ്ടാക്കി? ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടുള്ള പരിഷ്കാരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് 2 വർഷങ്ങൾ പറഞ്ഞു. 1799 അല്ലേ? പ്രത്യേകത ഫ്രാൻസിൻ്റെ അല്ലേ ഭരണം ആര് പിടിച്ചെടുത്തു? നെപ്പോളിയൻ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് 1815 എന്താണ് പ്രത്യേകത? വാട്ടർലൂ യുദ്ധം നടന്ന വർഷമാണേത്? 1815. പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ പറഞ്ഞു. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റി, പുരോഹിതന്മാരുടെ മുകളിൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി, സിങ്കിങ് ഫണ്ട് കൊണ്ടുവന്നു, പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു, ഗതാഗത പുരോഗതിക്ക് വേണ്ടിയിട്ട് നിരവധി റോഡുകൾ പാലങ്ങളൊക്കെ അദ്ദേഹം പണിതു. പിന്നെയോ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നിരവധി പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഒരൊറ്റ ക്ലാസ് മതിയാവും. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് പരിഗണിക്കുക.